കൽക്കി അവതാരത്തിന് സമയമായി. എന്തൊരു പ്രശ്നം! മുഖത്ത് കണ്ടത് മനസ്സിൽ കൊണ്ടു, മനസ്സിൽ കൊണ്ടത് മംഗല്യ ഭാഗ്യമാവട്ടെ എന്ന് ഗീതുട്ടിയുടെ ഗണപതിയേട്ടൻ. ഇനി ഇത് അവളുടെ കിടപ്പുമുറി നിക്ഷേപിക്കണം. എനിക്ക് വേണ്ടി ഇനി അവൾ വേണം പോരാടാൻ. സക്സസ്, ഗ്രാൻഡ് സക്സസ്. ദൈവം തുണച്ചു. ഞാനാകെ ടെൻഷനിലായിരുന്നു. ഒന്ന് പ്രാർത്ഥിച്ചോ. ഈശ്വര, കല്യാണം ഉറപ്പിക്കാൻ ഇനി കുടുംബക്കാരുമായിട്ട് അങ്ങോട്ട് ചെന്നാ മതി. അല്ല ഗണപതിച്ചേട്ടാ, ഇത്തരം കാര്യങ്ങൾക്ക് കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കണോ? ഇത്തരം കാര്യങ്ങൾക്ക് കുടുംബക്കാർ തന്നെയാണല്ലോ ബുദ്ധിമുട്ടേണ്ടത്. ഇത് പാൽ കച്ചവടമല്ല. ശരിയാണ്, പക്ഷേ ഈ എന്താ കുടുംബക്കാരില്ലേ? കുടുംബക്കാരില്ലേന്ന് ചോദിച്ചാ അങ്ങനെ പ്രത്യേകിച്ചൊരു കുടുംബക്കാരില്ല. ചേട്ടാ, ഗണപതിച്ചേട്ടാ, ലോകമാവുന്ന തറവാട്ടിൽ നമ്മളൊക്കെ വെറും അന്തേവാസികളല്ലേ ഗണപതിച്ചേട്ടാ? ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല, നാളെ കണ്ടവനെ മറ്റന്നാൾ കാണുന്നില്ല, മറ്റന്നാൾ കണ്ടവനെ നാലാം നാൾ കാണുന്നു. അത്രക്കങ്ങ് പോണ്ട. കടപൂട്ട്. അപ്പൊ അച്ഛനില്ലേ? ഉണ്ട്. ഞാൻ രണ്ടാം കെട്ടിലെ മോനാ. അമ്മയോ? അച്ഛൻ മൂന്നാമതൊന്നുകൂടി കെട്ടിയപ്പോ അമ്മ കെട്ടി തൂങ്ങി ചത്തു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ നിന്റെ അച്ഛൻ്റെ ഒരു വിത്തുകാളയായിരുന്നല്ലേ? വെറുതെ അല്ല മോനൊരു പാൽ കച്ചവടക്കാരനായത്. വലിയൊരു തറവാട്ടിലെ പെണ്ണിനെ പ്രേമിക്കുമ്പം അവൾക്ക് കച്ചിത്തുണ്ട് കാലിത്തിന്റെ കൊടുത്ത് തൊഴുത്തി കട്ടി പോറ്റാമെന്ന് കരുതി നീ മുഖത്ത് ചാണാൻ വഴികളായി. ഞാൻ എന്നെ മെഴുകരുത്, എനിക്ക് അവളെ വേണം, കാല് പിടിക്കാം. എഴുന്നേക്ക്. എന്തായാലും കുളിച്ചു, ഇനി നനഞ്ഞു കയറാ. 1000 കള്ളം പറഞ്ഞു ഒരു കല്യാണം നടത്താവുന്ന. ഏതായാലും ഒരു തറയുടെ കല്യാണത്തിന് ഒരു തറ പരിപാടി എന്നെ ആസൂത്രണം ചെയ്യാം. ഇത് എന്റെയും കൂടെ ആവശ്യമായി പോയില്ലേ? രാവിലെ ചേട്ടന് തന്നെ പറഞ്ഞിട്ടല്ലോ. അത് നീ ശ്രദ്ധിച്ചോ? അതെന്താ? അത് താനെ അറിയും. സാമ്പത്തിക സഹായാവും. അല്ലല്ല, ചേട്ടന്റെ കിഡ്നി വീക്കാണോ? എന്താ എന്റെ മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നിയോ? അല്ല, സഹായം കിഡ്നി രൂപത്തിൽ മറ്റാണോ പ്രതീക്ഷിക്കുന്ന സംശയം. അങ്ങനെയാണെങ്കിൽ അത് നീ എനിക്ക് തരില്ലേ? നീയാ ഹലോ? ആളല്ല. ഇല്ലേ? പിന്നെ